ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ. അപ്പോൾ അതിനകത്ത് ഈ ഇതിരിക്കുന്ന കുറച്ച് ഫോർമുലകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന ഫോർമുല എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. അടുത്ത ഫോർമുല സൈൻ സി മൈനസ് സൈൻ ഡി പ്ലസ് 1 പഠിച്ചതാണ്. സൈൻ സി മൈനസ് സൈൻ ഡി ഈക്വൽ ടു 2 കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ 2. സൈൻ സി മൈനസ് സൈൻ ഡി ഈക്വൽ ടു 2 കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ 2. അതുപോലെ കോസ് സി മൈനസ് കോസ് ഡി ഈക്വൽ ടു മൈനസ് 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ 2. കോസ് സി മൈനസ് കോസ് ഡി ഈക്വൽ ടു മൈനസ് 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ 2. ഇനി ഒരു ഫോർമുലയും കൂടെ ലിമിറ്റിലുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു 1. അപ്പോൾ ഇതിലെ ഫസ്റ്റ് പ്രോബ്ലം യൂസിങ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. അപ്പോൾ ഇവിടെ എഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കാണണമെങ്കിൽ ഈ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ ഇവിടെ എഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആണ്. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് എഴുതാം. എഫ് എക്സ് സൈൻ എക്സ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്, എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് എച്ച് കൊടുക്കും. അപ്പോൾ സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച്. ഇവിടെ നമുക്ക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. നേരത്തെ പറഞ്ഞ ഫോർമുല ഉപയോഗിക്കണം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ സി മൈനസ് സൈൻ ഡി ആണ്. സൈൻ സി മൈനസ് സൈൻ ഡി എന്ന് പറഞ്ഞാൽ 2 കോസ് സി പ്ലസ് ഡി ബൈ 2. അപ്പോൾ സി പ്ലസ് ഡി എടുക്കുമ്പോൾ എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 2 വരും. അപ്പോൾ എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് എച്ച് ബൈ 2 വരും. ഓരോന്നിനെയും 2 ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് എച്ച് ബൈ 2 വരും. 2x ബൈ 2 എടുക്കുമ്പോൾ എക്സ് പ്ലസ് എച്ച് ബൈ 2. 2 കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു സൈൻ സി മൈനസ് ഡി. എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ആണ്. എക്സ് മൈനസ് എക്സ് ക്യാൻസൽ ചെയ്യുമ്പോൾ എച്ച് ബൈ 2 ഡിവൈഡഡ് ബൈ എച്ച്. സൈൻ സി മൈനസ് സൈൻ ഡിയുടെ ഫോർമുലയിൽ സി എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് എച്ച് എന്നും ഡി എന്ന് പറഞ്ഞാൽ എക്സ് എന്നും കൊടുത്താൽ മതി. അപ്പോൾ 2 കോസ് സി പ്ലസ് ഡി ബൈ 2 ചെയ്യുമ്പോൾ എക്സ് പ്ലസ് എച്ച് ബൈ 2 വരും. സി മൈനസ് ഡി ബൈ 2 ചെയ്യുമ്പോൾ സൈൻ എച്ച് ബൈ 2 ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും. ഇനി ചെയ്യേണ്ടത് ഇതിനകത്ത് കുറച്ച് അറേഞ്ച്മെൻറ്റ് ചെയ്യണം. ഈ ന്യൂമറേറ്ററിൽ 2 എന്നുള്ളതിന് ഡിനോമിനേറ്ററിൽ എച്ച് ബൈ 2 എന്നുള്ള ഫോമിൽ എഴുതാം. എന്നിട്ട് സൈൻ എച്ച് ബൈ 2 ഡിവൈഡഡ് ബൈ എച്ച് ബൈ 2 എന്നുള്ളതിനെ ഗ്രൂപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് കോസ് ഓഫ് എക്സ് പ്ലസ് എച്ച് ബൈ 2 എന്നും എഴുതാം. ഇനി ഇതിന് ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ എച്ചിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോസ് എക്സ് വരും. ഇവിടെ നമുക്ക് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ അല്ലെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് 1 എന്നുള്ള ഫോർമുലയാണ്. അപ്പോൾ അതുപോലെ നമുക്കിവിടെ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2 എന്ന് പറഞ്ഞാൽ 1 എന്ന് കൊടുക്കാം. അപ്പോൾ ആൻസർ കോസ് എക്സ് എന്ന് കിട്ടും. സോ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ്. അതുപോലെ അടുത്തത് എഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. എഫ് എക്സ് കോസ് എക്സ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ കോസ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് എഴുതാം. സോ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കോസ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. വീണ്ടും കോസ് സി മൈനസ് കോസ് ഡി. അപ്പോൾ സി എന്ന് പറയുന്നത് എക്സ് പ്ലസ് എച്ചും ഡി എന്ന് പറയുന്നത് എക്സും ആണ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കോസ് സി മൈനസ് കോസ് ഡി എന്ന് പറയുന്നത് മൈനസ് 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ 2 ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ ഇവിടെ കാൽക്കുലേഷൻ എക്സ് പ്ലസ് എക്സ് 2x വരും. 2x ബൈ 2 എന്ന് പറയുമ്പോൾ എക്സ് കിട്ടും പ്ലസ് എച്ച് ബൈ 2. അതാണ് അടുത്ത സ്റ്റെപ്പ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് 2 സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു സൈൻ എച്ച് ബൈ 2 ഡിവൈഡഡ് ബൈ എച്ച്. വീണ്ടും മുമ്പ് ചെയ്ത പോലെ തന്നെ ഈ 2 എന്നുള്ളതിന് താഴെ കൊണ്ടുവരാം. എന്നിട്ട് സൈൻ എച്ച് ബൈ 2 ഡിവൈഡഡ് ബൈ എച്ച് ബൈ 2നെ ഒന്നിച്ച് എഴുതാം. മൈനസ് ഓഫ് സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു സൈൻ എച്ച് ബൈ 2 ഡിവൈഡഡ് ബൈ എച്ച് ബൈ 2. ഇതിന് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മൈനസ് ഉണ്ട്. മൈനസ് ഓഫ് സൈൻ എക്സ് വരും. ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ മൈനസ് ഓഫ് സൈൻ എക്സ്.
Therefore, derivative of cos x equal to minus sin x. അടുത്തത് fx is equal to tan x. F dash x equal to limit h tends to 0 f of x plus h minus fx divided by h. fx tan x ആയതുകൊണ്ട് f of x plus h എന്ന് പറയുമ്പോൾ tan of x plus h എഴുതാം. Limit h tends to 0 tan of x plus h minus tan x the whole divided by h. വീണ്ടും sin tan എന്നുള്ളത് sin by cos എന്നുള്ള ഫോമിൽ എഴുതാം. Limit h tends to 0 sin of x plus h by cos of x plus h minus tan x ന് sin x by cos x divided by h. Limit h tends to 0. ഇവിടെ ഇപ്പോൾ cos of x plus h into cos x എന്നുള്ളത് LCA എടുക്കാം. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ sin of x plus h into cos x minus cos of x plus h into sin x എന്ന് വരും. Divided by ആ LCA എടുക്കുന്ന ടേം the whole divided by h. വീണ്ടും ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. sin x cos y minus cos x sin y equal to sin of x minus y എന്നുള്ള ഫോം. അപ്പോൾ അതുകൊണ്ട് sin x cos y minus cos x sin y എന്നുള്ളതിന് sin of x minus y. അങ്ങനെ ആ ഫോമിൽ എഴുതിയാൽ sin of x plus h minus x എന്ന് വരും. ഡിവൈഡഡ് ബൈ h ഇൻറ്റു cos of x plus h ഇൻറ്റു cos x. ഇവിടെ x minus x ക്യാൻസൽ ചെയ്താൽ എന്നിട്ട് ഇവിടെ sin h കിട്ടും. sin h by h എന്നുള്ളതിനെ ഒന്നിച്ചെടുക്കാം. ഇൻറ്റു 1 by cos of x plus h ഇൻറ്റു cos x. ഇന്ന് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ഇതിൻ്റെ ആൻസർ 1 എന്ന് കിട്ടും. ഇവിടെ h ന് 0 കൊടുക്കുമ്പോൾ 1 by cos x ഇൻറ്റു cos x. cos square x. 1 by cos square x എന്ന് പറയുന്നത് sec square x. So derivative of tan x equal to sec square x. അടുത്തത് fx is equal to cosec x. f dash of x is equal to limit h tends to 0 f of x plus h minus fx by h. fx cosec x ആയതുകൊണ്ട് f of x plus h എന്നുള്ളത് cosec of x plus h എന്ന് എഴുതാം. limit h tends to 0 cosec of x plus h minus cosec x by h. അപ്പോൾ cosec എന്നുള്ളതിന് 1 by sin എന്ന് എഴുതാം. 1 by sin of x plus h minus 1 by sin x divided by h. ഇവിടെയും LCM sin of x plus h into sin x എടുക്കാം. LCM എടുക്കുമ്പോൾ ന്യൂമറേറ്റർ sin x minus sin of x plus h എന്ന് വരും. ഡിവൈഡഡ് ബൈ h into ഈ LCM എടുക്കുന്ന ടേം sin of x plus h into sin x. വീണ്ടും ഇവിടെ sin c minus sin d എന്നുള്ള ഫോർമുല ഉപയോഗിക്കണം. sin c minus sin d എന്ന് പറഞ്ഞാൽ 2 cos c plus d by 2 into sin c minus d by 2 ഡിവൈഡഡ് ബൈ ഈ ഫോം കിട്ടും. ഇവിടെ x plus x 2x വരും. 2x by 2 എന്ന് പറയുമ്പോൾ x. അപ്പോൾ x plus h by 2 എന്ന് എഴുതാം. minus 2 cos x plus h by 2 into ഇവിടെ xും xും ക്യാൻസൽ ചെയ്താൽ sin h by 2 ഡിവൈഡഡ് ബൈ h into sin of x plus h into sin x. വീണ്ടും കുറച്ചുകൂടെ അറേഞ്ച്മെന്റ് ചെയ്യാം. ഈ 2 എന്നുള്ളതിനെ താഴെ കൊണ്ടുവരാം. h by 2 എന്ന് എഴുതാം. എന്നിട്ട് sin h by 2 ഡിവൈഡഡ് ബൈ h by 2 നെ ഗ്രൂപ്പ് ചെയ്യാം. limit h tends to 0 minus of cos of x plus h by 2 into sin h by 2 divided by sin of x plus h into sin x into h by 2. sin h by 2 by h by 2 ഗ്രൂപ്പ് ചെയ്യാം. ബാക്കിയുള്ള ടേംസ് എല്ലാം ഒന്നിച്ച് എഴുതാം. എന്നിട്ട് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് h 0 ആകും. ഇവിടെയും 0 ആകും. ഇവിടെ നമുക്ക് ആൻസർ 1 എന്ന് കിട്ടും. So minus of cos x divided by sin square x equal to minus of cos x by sin x into 1 by sin x എന്ന് എഴുതാം. cosec x into cot x. So minus of cosec x cot x. Derivative of cosec x എന്ന് പറഞ്ഞാൽ minus of cosec x cot x. അടുത്തത് fx equal to sec x. f dash of x is equal to limit h tends to 0 f of x plus h minus fx divided by h. fx sec x ആയതുകൊണ്ട് f of x plus h എന്ന് പറഞ്ഞാൽ sec of x plus h എന്ന് എഴുതാം. limit h tends to 0 sec of x plus h minus sec x divided by h. sec എന്ന് പറയുമ്പോൾ 1 by cos എന്നുള്ള ഫോമിൽ എഴുതാം. limit h tends to 0 1 by cos of x plus h minus 1 by cos x by h. വീണ്ടും ഇവിടെ cos of x plus h into cos x LCM എടുത്താൽ cos x minus cos of x plus h divided by cos of x plus h into cos x the whole divided by h. ഈ h എന്നുള്ളതിന് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. cos x minus cos of x plus h by h into cos of x plus h into cos x. അടുത്ത ഫോർമുല cos c minus cos d ആണ്. cos c എന്ന് പറയുന്നത് x ഉം d എന്ന് പറയുന്നത് x plus h ഉം. cos c minus cos d minus 2 sin c plus d by 2 into sin c minus d by 2. ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. limit h tends to 0 minus 2 sin x plus h by 2 into sin of minus h by 2. ഇവിടെ x minus x ക്യാൻസൽ ചെയ്യുമ്പോൾ മൈനസ് വരും. minus h by 2 divided by h into cos of x plus h into cos x. അടുത്തത് ഇവിടെ sin of minus theta എന്ന് പറഞ്ഞാൽ മൈനസ് sin theta ആണ്. അതുകൊണ്ട് ഇവിടെ ഒരു മൈനസും ഈ മൈനസും കൂടി പ്ലസ് ആകും. limit h tends to 0 sin of x plus h by 2 into sin h by 2 divided by cos of x plus
h ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു എച്ച് ബൈ ടു. ന്യൂമറേറ്ററിലെ ടുവിനെ താഴെ എഴുതി, ഇവിടുത്തെ 2 എന്നുള്ളതിനെ താഴെ എഴുതിയിട്ട് ഇതിനെ ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്തിട്ട് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എച്ചിന് 0 കൊടുക്കുമ്പോൾ സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് വരും. ഇതിന്റെ ആൻസർ 1 ആണ്. സൈൻ എച്ച് ബൈ ടു ബൈ എച്ച് ബൈ ടു ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 എന്ന് കിട്ടും. സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ് ടാൻ എക്സ്. 1 ബൈ കോസ് എക്സ് സീക്ക് എക്സ് എന്നും സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് എന്നും എഴുതാം. സോ സീക്ക് എക്സ് ടാൻ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സ് എന്ന് പറയുന്നത് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. അടുത്തത് എഫ് എക്സ് ഈക്വൽ ടു കോട്ട് എക്സ്. f dash x equal to limit h tends to 0 f of x plus h minus fx the whole divided by h. fx cot x ആയതുകൊണ്ട് f of x plus h എന്ന് പറയുമ്പോൾ cot of x plus h വരും. limit h tends to 0 cot of x plus h minus cot x the whole divided by h. cot എന്നുള്ളത് cos by sin എന്നുള്ള ഫോമിൽ എഴുതാം. limit h tends to 0 cos of x plus h by sin of x plus h minus cos x by sin x divided by h. വീണ്ടും ഇവിടെ sin of x plus h into sin x എന്നുള്ളത് LCM എടുത്തു കഴിഞ്ഞാൽ limit h tends to 0 sin x cos of x plus h minus cos x sin of x plus h divided by h into sin of x plus h into sin x. വീണ്ടും ഇവിടെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്, sin x cos y minus cos x sin y എന്ന് പറഞ്ഞാൽ sin of x minus y എന്നുള്ള ഫോം. sin of x minus y എന്ന് പറയുമ്പോൾ x plus h ആണ്, മൈനസ് വരുന്നത് കൊണ്ട് x minus h sin of x minus y divided by h into sin of x plus h into sin x. ഇവിടെ x മൈനസ് എക്സ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഓഫ് മൈനസ് എച്ച് വരും. സൈൻ ഓഫ് മൈനസ് എച്ച് എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് സൈൻ എച്ച് എന്ന് എഴുതാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് ഓഫ് സൈൻ എച്ച് ബൈ എച്ച് ഇൻറ്റു 1 ബൈ സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ്. ഈ മൈനസിനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ എച്ചിന് 1 എന്ന് എഴുതാം. ഇവിടെ എച്ചിന് 0 കൊടുക്കുമ്പോൾ 1 ബൈ സൈൻ സ്ക്വയർ എക്സ്. സോ മൈനസ് ഓഫ് കൊസീക് സ്ക്വയർ എക്സ്. Therefore derivative of cot x equal to minus of cosec square x.